നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഡൊറിവാൾ ജൂനിയറെ ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ സാക്ക് ചെയ്തല്ലോ. അപ്പോൾ ഇനി ബ്രസീലിൻ്റെ അടുത്ത കോച്ച് ആരാണ്? നിരവധി സുഹൃത്തുക്കൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ വലിയ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് ഡൊറിവാൾ ജൂനിയർ പോയതിൽ. പകരം വരുന്നത് ആരായിരിക്കും? കാർലോ ആഞ്ചലോട്ടി, ഹോർഗെ ഹീസസ്, ഇങ്ങനെയുള്ള പേരുകളാണല്ലോ പ്രധാനമായും കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എല്ലാ സൂചനകളും ഇപ്പോൾ ഒരാളിലേക്കായിട്ടുണ്ട്. അത് റിപ്പോർട്ട് ചെയ്യുന്നു ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ. കൃത്യമായ കാരണങ്ങൾ വെച്ചുകൊണ്ടാണ് അയാളാവും അടുത്ത കോച്ച് എന്ന് അവരിപ്പോൾ പറയുന്നത്. ആഞ്ചലോട്ടിയാണ് ബ്രസീലിൻ്റെ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് എഡ്നാൾഡോ റോഡ്രിഗസിൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആഞ്ചലോട്ടിക്ക് അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പ് കഴിഞ്ഞെങ്കിൽ മാത്രമേ ബ്രസീലിൻ്റെ കോച്ച് സ്ഥാനത്തേക്ക് കാര്യങ്ങൾ പരിഗണിക്കാൻ പറ്റുകയുള്ളൂ. അദ്ദേഹത്തിന് റയലുമായിട്ട് കോൺട്രാക്റ്റ് ഉണ്ട്. ഇന്നലെ അദ്ദേഹം മത്സരത്തിന് മുമ്പ് ലഗാനസിനെതിരെയുള്ള മത്സരത്തിന് മുമ്പായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അത് കൃത്യമായിട്ട് പറയുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ ബ്രസീലിനെ ഇഷ്ടപ്പെടുന്നു, ബ്രസീലിയൻ താരങ്ങളെ എനിക്കിഷ്ടമാണ്, പക്ഷേ ഇപ്പോൾ CBF-ഉമായിട്ടൊരു കോൺടാക്റ്റും നടന്നിട്ടില്ല, പിന്നെ എനിക്ക് റയലുമായിട്ട് കോൺട്രാക്റ്റ് ഉണ്ട്, അതിൽ തന്നെ എല്ലാം ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോ അദ്ദേഹത്തിന് അവിടെ നിന്ന് പെട്ടെന്ന് പോരാൻ പറ്റില്ല. ഇപ്പോൾ ഡൊറിവാൾ ജൂനിയറെ സാക്ക് ചെയ്തതുകൊണ്ട് ജൂൺ മാസത്തിൽ ബ്രസീലിന് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളുണ്ട്. ആ മത്സരങ്ങൾക്ക് തന്നെ അവൈലബിൾ ആവുന്ന കോച്ച് വേണം. അതെന്തായാലും ആഞ്ചലോട്ടി അങ്ങനെ അവൈലബിൾ ആവില്ല. ഇനിയിപ്പോൾ ആ 2 കളികൾക്ക് വേണ്ടി ഒരു ഇൻട്രീം കോച്ചിനെ വെക്കുക, പിന്നെ ഒരു പെർമനൻറ്റ് കോച്ചിനെ വെക്കുക, അത് ബ്രസീൽ ആഗ്രഹിക്കുന്നില്ല. കാരണം ഓൾറെഡി ഈ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയർ സൈക്കിളിൽ അവർക്ക് 3 കോച്ചുമാരായി. ഇനിയിപ്പോൾ ഒരാളെ വെച്ച 4 ആയി. അപ്പോൾ ഒരു ഇൻട്രീം കോച്ചും പിന്നെ ഒരു കോച്ചും കൂടി വരികയാണെങ്കിൽ അത് 5 കോച്ചുമാരാവും. അത് ടീമിൻ്റെ ബിൽഡപ്പിനെ ഒട്ടും സഹായിക്കുന്നതായിരിക്കില്ല. ആ പ്രോസസ്സിൽ വിശ്വസിച്ച് ഒരാളെ അങ്ങ് ഏൽപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനിങ്ങനെ മാറ്റി മാറ്റി കളിക്കാൻ ഇപ്പോൾ ഇനി CBF തയ്യാറുമല്ല. അപ്പോൾ അടുത്ത ജൂൺ മാസത്തേക്ക് അവൈലബിൾ ആകുന്ന കോച്ച് വേണം. അങ്ങനെ അവൈലബിൾ ആകുന്ന കോച്ച് നിലവിൽ അൽ ഹിലാലിൻ്റെ കോച്ച് ഹോർഗെ ഹീസസ് ആണ്. എല്ലാ സൂചനകളും ഹോർഗെ ഹീസസിലേക്കാണ് എന്നാണ് ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തത്. ബ്രസീലിലെ പ്രമുഖ മാധ്യമമാണ് ഗ്ലോബോ. ഇപ്പോൾ പോർച്ചുഗീസ് കോച്ച് ഹോർഗെ ഹീസസ് ആണ് ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ കോച്ചാവാൻ ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്നത്. കൃത്യമായ അവരുടെ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൽ അവർ പറയുന്ന ചില കാരണങ്ങളുണ്ട്. ഹോർഗെ ഹീസസിനെ ഓൾറെഡി CBF കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രൂപത്തിൽ ഇരുഭാഗത്തു നിന്നും ആ ഒരു നെഗോസിയേഷൻസ് പ്രോഗ്രസ് ചെയ്യുന്നുമുണ്ട്. കോച്ചിൻ്റെ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അൽ ഹിലാലിൻ്റെ AFC ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ കഴിയുന്നതുവരെ തനിക്ക് അൽ ഹിലാലിൽ തുടരണം. അത് മെയ് 3-നാണ് അവസാനിക്കുക. അത്ര വരെ തനിക്ക് അവിടെ തുടരണം. പിന്നെ ക്ലബ്ബ് വേൾഡ് കപ്പ് അൽ ഹിലാൽ കളിക്കുന്നുണ്ട്, പക്ഷേ അത് വേണമെങ്കിൽ ഒഴിവാക്കാൻ അദ്ദേഹം തയ്യാറാണ്. അങ്ങനെ മെയ് മാസം മുതൽ, മെയ് 3-ാം തീയതി മുതൽ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ജൂൺ മാസത്തെ ബ്രസീലിൻ്റെ മത്സരങ്ങൾക്ക് ടീമിനെ പരിശീലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അതാണ് ഇവിടെ അദ്ദേഹത്തെ ഇതിൻ്റെ ഫേവറേറ്റ്സ് ആക്കി മാറ്റുന്നത്. ദെയർഫോർ ടെൻഡൻസി വളരെ കൃത്യമാണ്. ഇപ്പം അനൗൺസ്മെൻ്റ് ഒന്നും നടന്നിട്ടില്ല. വരുന്ന ആഴ്ചകളിൽ കോച്ചായിട്ട് ഹോർഗെ ഹീസസ് വരുമെന്ന് അനൗൺസും ചെയ്യില്ല. മെയ് മാസത്തിൻ്റെ തുടക്കത്തിലായിരിക്കും ഈ അനൗൺസ്മെൻറ്റ് വരാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ ഗ്ലോബോയുടെ റിപ്പോർട്ട്. ഇപ്പം സൗത്ത് അമേരിക്കൻ ചാമ്പ്യൻസ് ലീഗ് എന്നറിയപ്പെടുന്ന കൊപ്പ ലിബർട്ടഡോറസിൽ ഫ്ലെമിംഗോയെ 2019 കിരീടം ചൂടിച്ചിട്ടുണ്ട് ഹോർഗെ ഹീസസ്. ആ ഒരു സീസണിൽ ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലെമിംഗോയെയും കൊണ്ട് അദ്ദേഹം ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല അവിടെ അദ്ദേഹം 2 കിരീടങ്ങൾ ഫ്ലെമിംഗോക്ക് നേടിക്കൊടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പം ഓൾറെഡി അൽ ഹിലാലുമായിട്ടുള്ള ആ ഒരു ചർച്ച തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും കോച്ചുമായിട്ടുള്ള ചർച്ചയിലേക്ക് CBF കടന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ CBF ആണെങ്കിലും ഹോർഗെ ഹീസസ് ആണെങ്കിലും പീസ്ഫുള്ളി വേണം അൽ ഹിലാലിൽ നിന്ന് ഇറങ്ങാൻ എന്ന് ആഗ്രഹിക്കുന്നു. ഒരു കൊളീഷൻ എന്തായാലും ഹോർഗെ ഹീസസും ആഗ്രഹിക്കുന്നില്ല. തൻ്റെ മിഡിൽ ഈസ്റ്റ് മാർക്കറ്റ് വാല്യൂ തകർക്കാനും അദ്ദേഹം തയ്യാറല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇവിടെ CBF-ഉമായിട്ട് ഒരു ധാരണയിലേക്ക് എത്തുകയാണെങ്കിൽ അത് കഴിഞ്ഞാൽ നേരെ അൽ ഹിലാലുമായിട്ട് നല്ല രൂപത്തിൽ സംസാരിച്ച് കാര്യങ്ങൾ അങ്ങ് തീരുമാനമാക്കാനാണ് ഹോർഗെ ഹീസസും CBF-ഉം ആഗ്രഹിക്കുന്നത്. 70 വയസ്സുകാരനായിട്ടുള്ള ഹോർഗെ ഹീസസ് ഒരിക്കൽ വളരെ കൃത്യമായിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ കോച്ചാവാൻ താൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്, വേൾഡ് കപ്പിൽ ബ്രസീലിനെയും കൊണ്ട് കിരീടം ചൂടണമെന്ന്. ഏതായാലും നെയ്മർ ജൂനിയറുമായിട്ട് അത്ര നല്ല രൂപത്തിലല്ല അൽ ഹിലാലിലെ കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. നെയ്മർ അത് പിന്നെ സാൻഡോസിലേക്ക് എത്തിയതിനു ശേഷം തുറന്നടിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്ര ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ CBF ഹോർഗെ ഹീസസിനെ ബ്രസീലിൻ്റെ കോച്ചായി കൊണ്ടുവരാൻ പോകുന്നത്. ഇത് ഇപ്പോൾ ഒഫീഷ്യലൊന്നുമല്ല, റിപ്പോർട്ടുകൾ അത്തരത്തിലാണ്. ബ്രസീലിയൻ മാധ്യമങ്ങളെല്ലാം നൽകുന്ന സൂചന ഹോർഗെ ഹീസസ് ടു ബ്രസീലിൻ്റെ കോച്ചായിട്ട്
ആദ്യ വിദേശ കോച്ചായിട്ട് ഹോർഗെ ഹീസസ്, പോർച്ചുഗീസുകാരനായ ഹോർഗെ ഹീസസ് വരാൻ പോകുന്നു എന്നാണ്. കാത്തിരിക്കാം ഇതിൽ എന്ത് സംഭവിക്കുമെന്നറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.